അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും പോരിശകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. മാത്രമല്ല, ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുണ്ട് എന്ന്. എന്നാൽ ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന സമയമാണ് എന്ന് നമ്മോട് വിശദീകരിച്ച് തന്നിട്ടില്ല. എന്നാൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പുള്ള സമയം അത് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമാണ് എന്നും പല മഹാന്മാരായ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു നാമമാണ്. ഈ നാമം നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് വെറും 15 മിനിറ്റ് സമയം മതി. ഈ 15 മിനിറ്റ് സമയത്തിൽ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല തീപ്പാറും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. കാരണം അത്രക്കും വലിയ മഹത്വമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ആളുകൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിയിട്ടുള്ള ഒരു ദിക്റാണ് ഇത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എൻ്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പറയുക, എന്നാൽ ഞാൻ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നടത്തി തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സംശയിക്കുന്നത്? ഈ ഒരു നാമം അള്ളാഹുവിൻ്റെ നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നത് വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ധാരാളം പറയുന്നതാണ്. അസ്മാഉൽ ഹുസ്ന, നമുക്കറിയാം, അസ്മാഉൽ ഹുസ്ന കാണാതെ മനഃപ്പാഠമാക്കിയവർക്ക് സ്വർഗം വരെ ലഭിക്കുമെന്ന്. അത്രക്കും വലിയ മഹത്വമാണ്. നമ്മുടെ എന്ത് തന്നെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ പ്രയാസമാണ് നമുക്കുള്ളതെങ്കിലും അതൊക്കെയും മാറിക്കിട്ടി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ പ്രിയപ്പെട്ടവരെ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ടാകുമെന്നുള്ളത്. കാരണം ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലിക്കൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാണ്. ഇനി അശുദ്ധിയുള്ള സ്ത്രീകൾക്കൊരു സംശയമുണ്ടാകും, ഞങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് ഈ ദിക്ർ ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്തും ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാം, അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മ ഇത് കേൾക്കാൻ, അറിയാൻ ഭാഗ്യം ലഭിക്കുന്നത് പോലെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും നൽകട്ടെ. ദാരിദ്ര്യമുള്ളവരുടെ ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകട്ടെ. കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു പല അപകടങ്ങളെ തൊട്ടും അപകട പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹുവേ ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എളുപ്പത്തിൽ നിറവേറ്റിത്തരണേ റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ റബ്ബേ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകണേ റബ്ബേ.
ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. അള്ളാഹുവേ, ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവേ, നിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും നീ തൗഫീക്ക് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഇസ്മ അത്ഭുതമാണ്. കാരണം നമ്മുടെ എന്ത് ആവശ്യമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി, നല്ല ഇഖ്ലാസോടു കൂടി, നല്ല നിയ്യത്തോടു കൂടി ഒരു 15 മിനിറ്റ് ഈ ഇസ്മ ചൊല്ലാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലി നോക്കൂ. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടിക്കൊണ്ടേയിരിക്കും. എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ ടെൻഷനാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും, എത്ര വലിയ കുടുക്കിലാണെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുമെന്ന്. മാത്രമല്ല നിങ്ങൾക്ക് സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഈ ഇസ്മ ചൊല്ലാൻ തന്നെ വളരെ എളുപ്പമാണ്, ചൊല്ലാൻ തന്നെ നല്ല രസമുള്ള ഒരു ഇസ്മാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഒരു 15 മിനിറ്റ്, നിങ്ങൾ എത്ര വലിയ തിരക്കുള്ള ആളുകളാണെങ്കിലും അത് മാറ്റിവെച്ച്, വലിയ ജോലി തിരക്കുള്ള ആളുകളാണെങ്കിലും, മാത്രമല്ല സഹോദരിമാരൊക്കെ വെള്ളിയാഴ്ച ദിവസം നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും പല വീടുകളിലും. അത് ഹൈറാണ്, നല്ലതാണ്. എല്ലാവരും വെള്ളിയാഴ്ച ദിവസത്തിൽ വിശാലത ചെയ്യണം നിങ്ങൾ വീട്ടിൽ. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകും. നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകും. വെള്ളിയാഴ്ച ദിവസത്തിൽ സ്ത്രീകൾക്കൊക്കെ അടുക്കളയിൽ നല്ല ജോലി തിരക്കായിരിക്കും. എന്നാലും നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് ജുമാ കഴിഞ്ഞതിന് ശേഷം, അസറിൻ്റെ ശേഷം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്തൊക്കെ സഹോദരിമാർ ഫ്രീ ആകും എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 15 മിനിറ്റ് മാറ്റിവെച്ച് നിങ്ങളുടെ എന്ത് തന്നെ ഉദ്ദേശമാണെങ്കിലും, എത്ര വലിയ ആഗ്രഹമാണെങ്കിലും, ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരാണുള്ളത് ജീവിതത്തിൽ? അതുപോലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, ഇതുകൊണ്ടൊക്കെ ജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അവരൊക്കെയും ഈ വെള്ളിയാഴ്ച ദിവസം ഒരു 15 മിനിറ്റ് മാറ്റിവെച്ച് ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. മാത്രമല്ല ഈ ഇസ്മ നിത്യജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും. മാത്രമല്ല നിങ്ങൾ തൊടുന്നതിലും നിങ്ങൾ ചെയ്യുന്നതിലും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അല്ലാഹു സുബ്ഹാനഹു തആല വിജയം മാത്രമേ നൽകുകയുള്ളൂ. സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു രോഗവും അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരും. അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് നിറവേറ്റിത്തരും. കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഇസ്മ ഒരു 100 പ്രാവശ്യമെങ്കിലും പതിവായി ചൊല്ലുക. അതിന് അധിക സമയമൊന്നും നിങ്ങൾ നിത്യജീവിതത്തിൽ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അപാരമായ നിഅമത്തായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നൽകുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്ർ എല്ലാ ദിവസവും നമുക്ക് പതിവായി 100 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, വീഡിയോ ശ്രദ്ധാപൂർവം കേൾക്കുക. ഞാൻ ഈ പറഞ്ഞു തരുന്ന എല്ലാ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി അത് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചെയ്യുക. അള്ളാഹുവിൻ്റെ മഹത്തമായ ഒരു നാമമാണ് യാ സ്വമദു യാ അല്ലാ, യാ സ്വമദു യാ അല്ലാ, യാ സ്വമദു യാ അല്ലാ, യാ സ്വമദു യാ അല്ലാ. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? ആരെയും ആശ്രയിക്കാത്തവൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് നമുക്കെല്ലാവർക്കും അറിയാം.
ഒരു ചെറിയ സൂറത്താണ്. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തുൽ ഇഖ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അല്ലാഹു സമദ് അല്ലാഹു സമദ് എന്ന ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. തീ പാറും വേഗത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലേണ്ട രൂപം പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് നാമൊക്കെ മദ്രസയിൽ ചെറുപ്പത്തിലൊക്കെ ചൊല്ലുന്ന ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി. നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് അത് 11 പ്രാവശ്യം ചൊല്ലുക. എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം ചൊല്ലുക. എന്നതിൻ്റെ ശേഷം അല്ലാഹു സ്വമദ് അല്ലാഹു സ്വമദ് അല്ലാഹു സ്വമദ് അല്ലാഹു സ്വമദ് എന്നിങ്ങനെ ഈ ദിക്ർ നിങ്ങൾ 1000 പ്രാവശ്യം ചൊല്ലുക. എന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾക്കറിയാവുന്ന 11 സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുക. എന്നിട്ട് അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ ഞാൻ 1000 പ്രാവശ്യം ചൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഒരു വിഷമം വന്നിട്ടുണ്ടാകും. 1000 പ്രാവശ്യം ചൊല്ലാൻ എത്ര സമയമെടുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സമദ് അല്ലാഹു സമദ് എന്ന് 1000 പ്രാവശ്യം ചൊല്ലാൻ 10 മിനിറ്റോ 15 മിനിറ്റോ എടുക്കുകയുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഈ കാര്യം ചെയ്യുക. അല്ലാഹു സ്വമദ്, അത് സ്വാദാണ്. അല്ലാഹു സമദ് എന്ന് പറയരുത്. സ്വാദായിട്ട് തന്നെ ഉച്ചരിക്കുക. തജ്വീദോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി വേണം നിങ്ങൾ, നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ദിക്ർ 1000 പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ, ഈ ഇസ്മ 1000 പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ റബ്ബ് സുബ്ഹാനഹു തആല എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും, എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരണമെങ്കിൽ 5 വക്ത് നിസ്കാരം ഒരിക്കലും നിങ്ങൾ മുടക്കരുത്, കളാ ആക്കരുത്. 5 വക്ത് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്തിൽ തന്നെ നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഈ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ അവസാനമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു തആലയോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മാത്രമല്ല, നമ്മൾ ആ ചൊല്ലിയ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നിറവേറ്റി തരട്ടെ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നിറവേറ്റി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ. നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ മക്കളിലും, നമ്മുടെ സമ്പത്തിലും, നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകട്ടെ, വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.